ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇക്കതാ ചന്തയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഗൈസ്. ഇങ്ങനെ കുറേ മീനുകളും കൊണ്ട് വരും. പ്രത്യേകിച്ച് അയല കണ്ടു കഴിഞ്ഞാൽ ഒക്കെ വിടത്തില്ല. നല്ല അടിപൊളി അയലയായിരുന്നു. അതിനെ വെട്ടി കഴുകി വൃത്തിയാക്കി എനിക്ക് ഷോപ്പിൽ പോകണം ഗൈസ്. അപ്പോൾ ഇതാ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ച് നമുക്ക് പൊരിക്കാനും കറി വയ്ക്കാനുമാണ് കേട്ടോ. അങ്ങനെ ഇതാ വൃത്തിയാക്കി കൊണ്ടുവന്നു. ഞങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് കേട്ടോ വൃത്തിയാക്കുന്നത്. പിന്നെ മസാലയൊക്കെ പുരട്ടി ഗൈസ്, മസാലയൊക്കെ പുരട്ടി സെറ്റാക്കി കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് പണികളും കൂടി ഉണ്ടായിരുന്നു വീട്ടിൽ, അതൊക്കെ ചെയ്തിട്ട് വന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, പാൻ അടുപ്പത്തോട്ട് വെച്ച് കേട്ടോ. പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് മീൻ കറി എപ്പോഴത്തേക്കും തിളച്ച് നമ്മൾ മീൻ അതിൻ്റെ അകത്തും പറക്കിയിട്ടു. അപ്പോൾ മീൻ കറി റെഡി ആവുന്നുണ്ട്. ഇപ്പോൾ ഇപ്പുറത്തെ അടുപ്പിലോട്ട് നമ്മൾ മീൻ പൊരിക്കുകയാണ്. ഇതിനിടയ്ക്ക് മോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടി പോയി കേട്ടോ. അങ്ങനെ ഇതാ മീൻ പൊരിക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല അടിപൊളി ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ ഒഴിക്കുന്നത്. എന്നിട്ട് ഇതാ കരിയേപ്പില ഇട്ട് കൊടുത്തു ഗൈസ്. അപ്പോൾ പൊട്ടിത്തെറിച്ചു. ഞാൻ പിറകോട്ട് മാറി, അതാണ് ക്യാമറയൊന്ന് അനങ്ങിയത്. പിന്നീട് നമ്മുടെ അയല ഇതാ എടുത്ത് വെച്ച്. നല്ല അടിപൊളി അയലായിരുന്നു കേട്ടോ, കുറ്റം പറയാൻ പറ്റത്തില്ല, നല്ല അടിപൊളി അയലായിരുന്നു. അങ്ങനെ ഇതാ അതിനെ എടുത്ത് പൊരിക്കാൻ വെക്കുകയാണ് ഗൈസ്. ഇതാ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വെച്ച് പാനിൽ തന്നെ പൊരിച്ചു കൊടുക്കണം. ഇരുമ്പച്ചട്ടിയിൽ പൊരിച്ചാൽ ഇഷ്ടപ്പെടത്തില്ല ഗൈസ്. അങ്ങനെ ഇതാ നമ്മൾ പൊരിക്കാൻ വെച്ചു. പൊരിക്കാൻ വെച്ച് ഇത്തിരി സമയം എടുക്കണം കേട്ടോ, എന്നാലേ ഇത് നല്ല രീതിക്ക് എന്ത് ചെയ്യുള്ളൂ, മൊരിഞ്ഞു വരുത്തുള്ളൂ. അങ്ങനെ ഇതാ സെറ്റായി വന്നപ്പോഴത്തേക്കും ഒരു സൈഡ് മറിച്ചിട്ടു. എന്നിട്ടും എനിക്ക് തൃപ്തിയായില്ല കേട്ടോ. ഞാൻ നല്ല കണക്ക് മൊരിച്ചെടുക്കും, കാര്യം ഇവർ അങ്ങനെയാണെങ്കിലേ കഴിക്കത്തുള്ളൂ. അങ്ങനെ ഇതാ സെറ്റാക്കി ഇത്തിരി നേരെ ഫ്രൈ ചെയ്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ അടിപൊളി അയില ഫ്രൈ റെഡിയായി ഗൈസ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ എണ്ണയൊക്കെ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസാലക്കൂട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് മാത്രമേ ചേർത്തുള്ളൂ ഗൈസ്. പക്ഷേ മുളക് പൊടിക്ക് ഇത്തിരി കളറുണ്ടായിരുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ